നമസ്കാരം, ഞാൻ നജീബ് വടതല. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കട്ട്ലേറ്റ് ആണ്. അത് ഞങ്ങൾ കല്യാണ വീടുകളിൽ ചെയ്യുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. ആ രീതിയിലാണ് ഇവിടെ ചെയ്യുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം തന്നെ 1.5 കിലോ ഉരുളക്കിഴങ്ങ് ഞാൻ എടുത്തേക്കുന്നത്. അത് നമുക്ക് കുക്കറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് 5 വിസിൽ വരുന്നവരെ വേവിക്കാം കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ വേവിക്കാം. ഇത് ഞാൻ 3/4 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. അതായത് ഉരുളക്കിഴങ്ങിൻ്റെ പകുതിയാണ് ചിക്കൻ എടുക്കുന്നത് കേട്ടോ. 3/4 കിലോ ചിക്കൻ മീറ്റാണ് കേട്ടോ. നമുക്കതിലേക്ക് 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം, ചിക്കൻ വേവാൻ ആവശ്യമായ വെള്ളം. നമുക്കിനി കട്ട്ലേറ്റിന് ആവശ്യമായ സവോളയൊക്കെ അരിഞ്ഞെടുക്കാം. പിന്നെ ഉണ്ടല്ലോ, നമ്മുടെ കത്തിയുടെ മൂർച്ചയൊന്നും പോകത്തില്ല. നമ്മൾ ഈ ഒരു സവോള വെച്ചിട്ട് അതിൻ്റെ മേളിൽ വെച്ചിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ, ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഞാനിവിടെ 1.25 കിലോ സവോളയാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഒരു 10 പച്ചമുളക് കൂടി അരിഞ്ഞിടാം. അങ്ങനെ ചിക്കൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി ഇതെടുത്ത് എല്ലൊക്കെ കളഞ്ഞിട്ട് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാവേ. നമ്മുടെ കിഴങ്ങ് നല്ല പുട്ടുപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തൊലി പൊളിച്ചെടുക്കാം കേട്ടോ. നമ്മൾ ചിക്കൻ നന്നായിട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കിഴങ്ങ് കൂടി ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ. നല്ല പേസ്റ്റ് പോലെ ഉടയണേ. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കിനി എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്ന 50 ഗ്രാം വീതം ഉണ്ട് കേട്ടോ, അത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്ക് സവോള കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാവേ. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് വാട്ടിയെടുക്കാം. നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത് ഓവൽ ഷേപ്പാണ് കേട്ടോ. അത് പെട്ടെന്ന് ആ ഓവൽ ഷേപ്പിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ടിപ്സ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. സവോള നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കളർ വേണ്ട ആൾക്കാർക്ക് മുളക് പൊടി കൂടി ചേർക്കാം. എനിക്ക് ഇവിടെ കളർ വേണം. അപ്പോൾ ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ടേ. ഇനി നമുക്ക് 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാവേ. അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിച്ചീരയും വേപ്പിലയും അതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ. ഇനി നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ മൊത്തം മിക്സ് ചെയ്തിട്ടുണ്ട്. ജലാംശമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 100 ഗ്രാം റസ്ക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു മധുരിപ്പിന് വേണ്ടിയാണ്. ഒരു പ്രത്യേക ടേസ്റ്റും ആയിരിക്കും ഇതിൽ റസ്ക് പൊടി ചേർത്ത് കഴിയുമ്പോൾ. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം.
പിന്നെ ഇത് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉടച്ച പാത്രം കേട്ടോ. ഇനി നമുക്കിത് ഉരുട്ടി വയ്ക്കാം. അങ്ങനെ നമ്മുടെ മസാല മൊത്തം ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഓവൽ ഷേപ്പിലാക്കണം. അതിനെന്താ ചെയ്യുക? നമ്മുടെ കയ്യിൽ അച്ചൊന്നുമില്ല. അപ്പോൾ എളുപ്പമാർഗ്ഗം എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വാ, നമ്മുടെ തെങ്ങിൻ്റെ ഓല ഉണ്ടല്ലോ, ആ ഓലയുടെ ഒരു ഇതൾ നമുക്ക് എടുക്കാം. അല്ലേ, ഈ ഒരു സാധനം മാത്രം മതി. പിന്നെ ഞാനിത് പറഞ്ഞ് വല്ലതെങ്കിലൊന്നും വലിഞ്ഞു കയറില്ല കേട്ടോ. അങ്ങനെ ഓല എടുത്തിട്ടുണ്ട്. നമുക്ക് അതിൽ നിന്ന് ഈർക്കിൽ കളയാം. എന്നിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്യാം. ഇത്രയും ഭാഗം മതി കേട്ടോ നമുക്ക്. ഇത് നന്നായിട്ട് നമുക്ക് കഴുകിയെടുക്കാവേ. നമ്മൾ അതിൻ്റെ ഈർക്കിൽ മാത്രമേ കളഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇത് രണ്ടും ഇങ്ങനെ തന്നെ വേണവേ, എന്നാലേ ഒരു ബലം ഉണ്ടാവുള്ളൂ. ഇതൊപ്പത്തിനൊപ്പം വെച്ചിട്ട് ഇതിങ്ങനെ ഒരു മടക്ക് കൂടി കൊടുക്കുക. ഇതിങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ച് നമ്മുടെ ഓരോ ബോളും നമ്മൾ ഇതിലേക്ക് വെക്കുക. അങ്ങനെ നമ്മുടെ കട്ട്ലേറ്റ് ഓവൽ ഷേപ്പ് ആക്കിയിട്ടുണ്ട് നമ്മുടെ ഈ അച്ചുകൊണ്ട്. ഈ ഓലക്കണ കൊണ്ട് വളരെ സ്പീഡായിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. എന്ന് വെച്ചാൽ 5 മിനിറ്റ് പോലും എടുത്തില്ല ഈ 50 എണ്ണം ചെയ്യാം. ഒരു 52 എണ്ണം ഉണ്ട്. 52 കട്ട്ലേറ്റാണ് നമുക്ക് ഇത്രയും സാധനത്തിൽ നിന്ന് കിട്ടിയേക്കുന്നത്. 5 മിനിറ്റ് പോലും പിടിച്ചിട്ടില്ല. വളരെ സ്പീഡായിട്ട് തന്നെ ചെയ്യാം കേട്ടോ. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാവേ. അതിന് വേണ്ട മുട്ട നമുക്ക് പൊട്ടിച്ചെടുക്കാം. നമുക്ക് മുട്ട ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ബ്രെഡ് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. നമ്മൾ ഈ ബ്രെഡ് പൊടി പൊരിക്കാൻ നേരത്ത് ചേർക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിരിക്കും. ഈ റസ്ക് പൊടി ചേർക്കുന്നതിനേക്കാളും ബെറ്ററാണ് ഇത് കേട്ടോ. ഇത് ഓൾറെഡി അതിലേക്ക് ആ എണ്ണയിലൊക്കെ ഒന്ന് മുരിഞ്ഞു വരുമ്പോൾ വേറൊരു ലെവലാണ്. ഇത് മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് കട്ട്ലേറ്റ് പൊരിച്ചെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ ആദ്യം മുട്ടയിൽ മുക്കുക. ബ്രെഡിൽ മുക്കി ബ്രെഡ് മാത്രം ചേർത്ത് പൊരിക്കുമ്പോഴുള്ള ആ ഒരു മാറ്റമാണ് ഈ കാണുന്നത്. നല്ല ക്രിസ്പിയാണ്, അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ കട്ട്ലേറ്റ് എല്ലാം പൊരിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കഴിക്കുന്നില്ല കേട്ടോ, നോമ്പാണ്. അപ്പോൾ നിങ്ങൾ തന്നെ അത് ടെസ്റ്റ് ചെയ്യ്. എന്നാ നിങ്ങൾക്ക് ഇരിക്കട്ടെ. അപ്പോൾ എങ്ങനെയുണ്ട്, കൊള്ളാവോ? അങ്ങനെ കട്ട്ലേറ്റിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് ഉടനെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അതുവരെ നന്ദി, നമസ്കാരം.